കുടുംബ നവീകരണ മാജിക്കൽ റിട്രീറ്റ് എന്ന പദം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് ജോയ്സ് മുക്കുടമാണ്. 3 മുതൽ 4 ദിവസം വരെ നീളുന്ന ധ്യാനത്തിൻ്റെ പേര് കേട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് തുടർച്ചയായ ഒരു മാജിക്കല്ല. അതേസമയം തുടക്കം മുതൽ അവസാനം വരെ മാജിക്കും പ്രഭാഷണങ്ങളും പ്രാർത്ഥനയും ആരാധനയുമെല്ലാം കൂടിച്ചേർന്നതാണ് ഈ ധ്യാനം. കലയുടെ സഹായത്തോടെ മനുഷ്യഹൃദയങ്ങളിലേക്ക് വചനങ്ങൾ പെയ്തിറങ്ങുന്ന വ്യത്യസ്തമായൊരു ധ്യാനം. 2 വർഷം കഴിഞ്ഞ് മാജിക് റിട്രീറ്റുകൾ ആരംഭിച്ചിട്ട് ജോയ്സ് മുക്കുടം മാജിക്കിൻ്റെ സഹായത്തോടെ ലഹരിക്കെതിരെയും ജീവന് വേണ്ടിയുമുള്ള പോരാട്ടം തുടങ്ങിയിട്ട് ഏതാണ്ട് 35 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹത്തിന് മാജിക്ക് ജീവനോപാധിയല്ല, സാമൂഹ്യ തിന്മകൾക്കെതിരെ പൊരുതാനുള്ള ആയുധമാണ്. അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ടെന്നതിൽ സംശയമില്ല. അതുകൊണ്ടാകാം കൗമാരകാലം മുതൽ മാജിക്കിനോടുള്ള പ്രത്യേക ആകർഷണം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞത്. കോതമംഗലം രൂപതയുടെ കീഴിലുള്ള മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അനധ്യാപകനായി 30 വർഷം സേവനം ചെയ്ത ജോയ്സ് 2013 സർവീസിൽ നിന്ന് വിരമിച്ചു. ഔദ്യോഗിക പദവി വഹിച്ചിരുന്ന കാലത്ത് ജോയ്സിൻ്റെ കഴിവുകളും സാമൂഹ്യ പ്രതിബദ്ധതയും തിരിച്ചറിഞ്ഞ കോളേജ് മാനേജ്മെൻറ്റും രൂപതാധികാരികളും ലഹരിക്കെതിരെയും ജീവന് വേണ്ടിയുമുള്ള പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. ബൈബിൾ മാജിക് ഷോ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ഇപ്പോൾ 2 പ്രോഗ്രാമുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആദ്യത്തേത് ജൂബിലിയുടെ മെസ്സേജ് അടങ്ങുന്ന പ്രത്യാശയുടെ വിസ്മയങ്ങൾ എന്ന 3 മണിക്കൂർ ദൈർഘ്യമുള്ള ബൈബിൾ മാജിക് ഷോയാണ്. ബൈബിളിലൂടെയുള്ള ഒരു സഞ്ചാരമാണിത്. കരുതുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിത്രമാണ് കാഴ്ചക്കാരുടെ മനസ്സുകളിൽ പതിയുന്നത്. ഈ പ്രോഗ്രാം വേണമെങ്കിൽ 8 മണിക്കൂർ വരെ നീട്ടാനും കഴിയും. കേരളത്തിലെ ഏതാനും ദേവാലയങ്ങളിൽ ഇതിനകം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരുന്നു. രണ്ടാമത്തേത് സമകാലിക സമൂഹത്തിൽ കാർന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. മദ്യം, മയക്കുമരുന്ന്, ലഹരികൾ തുടങ്ങിയവയ്ക്കെതിരെ ചില മാജിക്കുകൾ അവതരിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ബോധ്യങ്ങളും ബോധവൽക്കരണവുമാണ് മാജിക്കിൻ്റെ സഹായത്തോടെ നൽകുന്നത്. കാഴ്ചക്കാരുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്നതാണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്ന ബോധ്യങ്ങൾ. ലഹരിയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിലും ഈ പ്രോഗ്രാം കണ്ടാൽ സാധാരണ പോലെ അത്ര പെട്ടെന്ന് അവ ഉപയോഗിക്കാൻ ഒന്ന് മടിക്കുമെന്ന് തീർച്ച. ഇതോടൊപ്പം പ്രോലൈഫ് പ്രോഗ്രാം, അതായത് ഗർഭഛിദ്രം, ആത്മഹത്യ തുടങ്ങിയവയ്ക്കെതിരെയുള്ളവ, യങ് കപ്പിൾസ്, ദമ്പതി സെമിനാർ, അധ്യാപകർ, നഴ്സസ് തുടങ്ങിയ വിവിധ ഗ്രൂപ്പുകൾക്കുള്ള പ്രോഗ്രാമുകളും മാജിക്കിലൂടെ ആകർഷകമായി ഇദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ദേവാലയങ്ങളിലെ തിരുനാളിനോടനുബന്ധിച്ച് പ്രോഗ്രാമുകൾ നടത്തി വരാറുണ്ട്. സ്കൂളിലെ PTA മീറ്റിങ്ങുകളിൽ വരെ മാജിക് പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. കാലത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് പുതിയ തലമുറയെ ഏതു വിധത്തിൽ കൈകാര്യം ചെയ്യണമെന്ന ബോധവൽക്കരണമായിട്ട് വേണമെങ്കിൽ ആ പ്രോഗ്രാമിനെ കരുതാം. അതിൽ 3 മണിക്കൂറുകൾ മാജിക്ക് തന്നെയായിരിക്കും. 15 മണിക്കൂർ തുടർച്ചയായ മാജിക് കാണിച്ച് ക്ലാസ് എടുക്കാമെന്ന ആത്മവിശ്വാസവുമുണ്ട്. ഓരോ ഗ്രൂപ്പുകൾക്കും അനുസൃതമായാണ് മാജിക്കുകൾ അവതരിപ്പിക്കുന്നത്. കുട്ടികൾ, മുതിർന്നവർ, സിസ്റ്റേഴ്സ് എന്നിങ്ങനെ. ലഹരിക്കെതിരെയുള്ള പ്രോഗ്രാമുകളിൽ ലഹരി മാത്രമല്ല വിഷയങ്ങൾ. പോസിറ്റീവ് സ്ട്രോക്കും സ്നേഹത്തിൻ്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയും മോട്ടിവേഷൻ ലഭിച്ച പ്രോഗ്രാമിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നവർ അനേകരാണ്. പൂക്കൾ വിരിയുന്ന ജപമാലകൾ. ബൈബിൾ വചനങ്ങൾ മാജിക്കിലൂടെ കാണികളുടെ മനസ്സുകളിൽ പതിയുമോ എന്നൊരു സംശയം സ്വാഭാവികമായും ഉണ്ടാകാം. എന്നാൽ അതൊരിക്കൽ കണ്ടാൽ അത്ര എളുപ്പത്തിൽ മാഞ്ഞു പോകില്ലെന്നാണ് യാഥാർത്ഥ്യം. ഉദാഹരണമായി, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന വചനം പറയുമ്പോൾ മാജിക്കിലൂടെ ബൈബിളിൽ നിന്ന് തീയാളിക്കത്തുന്ന വിധത്തിലുള്ള വിഷ്വൽസ് സൃഷ്ടിക്കുന്നു. അതുവഴി വളരെ പെട്ടെന്ന് കുട്ടികളുടെ മനസ്സിലേക്ക് വചനം പതിയും. യേശുവാകുന്ന വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരിക്കും അശുദ്ധ ജീവിതത്തിലേക്കും അവർ ആകർഷിക്കപ്പെടാറില്ല. യേശുവാകുന്ന പ്രകാശത്തിൽ നിന്ന് അകലുമ്പോഴാണ് തെറ്റിലേക്ക് പോകുന്നത് എന്ന സന്ദേശം നൽകുന്നു. പരിശുദ്ധ ത്രിത്വത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത് 3 റിങ്ങുകൾ ഉപയോഗിച്ചുള്ള മാജിക്കിലൂടെയാണ്. അവസാനം 3 റിങ്ങുകളും ഒന്നായി മാറുമ്പോൾ വിശ്വാസരഹസ്യം എളുപ്പത്തിൽ ഗ്രഹിക്കാനാകും. ജപമാല ഭക്തി ജനിപ്പിക്കുന്ന മാജിക് ശ്രദ്ധേയമായ ഒന്നാണ്. കാണികളുടെ സഹായത്തോടെ ചെറിയ ജപമാല ഒരു പെട്ടിയിലേക്ക് ഇടുന്നു. അവർ തന്നെ അത് തുറക്കുമ്പോൾ ആദ്യം വിടർന്നു വരുന്നത് നിരനിരയായി 25ഓളം പൂക്കളായിരിക്കും. ഇത് കഴിയുമ്പോൾ വലിയ ജപമാല അതിൽ നിന്ന് എടുക്കുകയും ചെറിയ ജപമാല അപ്രത്യക്ഷമാവുകയും ചെയ്യും. വിശ്വസിച്ച് ജപമാല അർപ്പിച്ചാൽ അതിൻ്റെ ശക്തി വലുതായിരിക്കുമെന്ന സന്ദേശമാണ് പകരുന്നത്. ബൈബിളിലെ ചില ഉപമകളും മാജിക്കിൻ്റെ സഹായത്തോടെ വിശദീകരിക്കുന്നു. ആത്മഹത്യയോട് നോ പറഞ്ഞവർ. ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തതിലൂടെ ആത്മഹത്യാ ചിന്തകൾ ഉപേക്ഷിച്ച്
ജീവിതത്തിലേക്ക് തിരികെ മടങ്ങിയവരും മദ്യപാനവും പുകവലിയും ഉപേക്ഷിച്ച അനുഭവങ്ങൾ ധാരാളം പേർ പങ്കുവച്ചിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലത്തിനടുത്ത് കുടുംബശ്രീ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള പ്രോഗ്രാം നടത്തി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവും ഭാര്യയും ഒരു കൊച്ചു പെൺകുട്ടിയും അടങ്ങുന്ന കുടുംബം കാണാനെത്തി. ആ പ്രോഗ്രാം കണ്ടതിലൂടെ പുകവലിയും മദ്യപാനവും ഉപേക്ഷിച്ചെന്ന കാര്യമായിരുന്നു കുടുംബനാഥന് പറയാനുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരിക്കൽ കൂടി വിളിച്ചു. അന്നത്തെ കൊച്ചു പെൺകുട്ടി മഠത്തിൽ ചേരുകയാണെന്ന സന്തോഷ വാർത്തയായിരുന്നു പിതാവിന് പറയാനുണ്ടായിരുന്നത്. ആലുവയിൽ യുവജനങ്ങൾക്കായി സിസ്റ്റേഴ്സ് നടത്തിയ ഒരു ധ്യാനത്തിനിടയിൽ ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന മാജിക് അവതരിപ്പിച്ചു. ധ്യാനം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന ഒരു പെൺകുട്ടി അതിൽ സംബന്ധിച്ചിരുന്നു. ആ മാജിക്കൽ പ്രോഗ്രാമിലൂടെ ദൈവം ഇടപെട്ടു. തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ട അവൾ സിസ്റ്ററിനോട് മനസ്സ് തുറന്നു. മാജിക് കണ്ട് ആത്മഹത്യ ചിന്ത ഉപേക്ഷിച്ച വിവരം പങ്കുവച്ചു. ഇങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ട്. പുസ്തകത്തിൽ നിന്നും പഠിച്ച മാജിക്. ചെറുപ്പം മുതൽ ജോയ്സിന് മാജിക്കിനോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. കൗമാര കാലഘട്ടത്തിൽ മാജിക് പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ വീടിനടുത്തുള്ള ടാഗോർ പബ്ലിക് ലൈബ്രറിയിൽ കുറേ നാൾ ലൈബ്രറിയനായിരുന്നു. അതുവഴി മാജിക് പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ വായിക്കാൻ വീണ്ടും അവസരം ലഭിച്ചു. ആ കാലത്ത് മുക്കുടത്തെ വികാരിയച്ഛൻ മുഖേന അടുത്തുള്ള മച്ചിപ്ലാവ് ദേവാലയത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് മാജിക് അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചു. മാജിക് തനിക്ക് വഴങ്ങുമെന്ന തിരിച്ചറിവ് ലഭിച്ച സമയമായിരുന്നു അത്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ജോലി ലഭിച്ചത്. മാജിക്കിനോട് തൽക്കാലം വിട പറഞ്ഞെങ്കിലും ദൈവത്തിന് അതേപ്പറ്റി ചില പദ്ധതികളുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു എന്ന് മാത്രം. ഇടുക്കി ജില്ലയിലെ അടിമാലിക്കടുത്തുള്ള മുക്കുടം സ്വദേശിയായ ജോയ്സിന് 1983 നിർമ്മല കോളേജിൽ അനധ്യാപകനായി ജോലി ലഭിച്ചത്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കരിസ്മാറ്റിക് ധ്യാനത്തിൽ സംബന്ധിച്ചു. ധ്യാനത്തിന് ശേഷം വചനങ്ങൾ ഡയറിയിൽ എഴുതി വയ്ക്കുന്ന ശീലം ആരംഭിച്ചു. ഒരു രാത്രിയിൽ ഇങ്ങനെ ഒരു ചോദ്യം ഹൃദയത്തിൽ മുഴങ്ങി: നീ വചനങ്ങൾ എഴുതി വയ്ക്കുന്നതല്ലാതെ ആരോടെങ്കിലും പറയുന്നുണ്ടോ? അത് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് ജോയ്സിന് തോന്നി. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ചിന്ത മനസ്സിലേക്ക് വന്നത് ആ കാലഘട്ടത്തിലാണ്. അതിനിടയിൽ ക്രിസ്ത്യൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു. അങ്ങനെ സ്ലൈഡുകൾ, പ്രൊജക്ടർ തുടങ്ങിയവ ഉപയോഗിച്ച് വിഷ്വൽ മീഡിയയുടെ സഹായത്തോടെ 1990 ക്രിസ്ത്യൻ ധ്യാനം നടത്താൻ ആരംഭിച്ചു. അത് കുട്ടികളെ സ്വാധീനിക്കുന്നുവെന്ന് കണ്ടപ്പോഴാണ് മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടന്നിരുന്ന മാജിക് എന്ന കലാരൂപം പൊടി തട്ടിയെടുത്തത്. ഇക്കാലത്ത് തന്നെ ഒരു ടീമായി കേരളത്തിലുടനീളം കഥാപ്രസംഗ ശൈലിയിൽ ലഹരിക്കെതിരെ പ്രോഗ്രാമുകൾ നടത്തി. തബല, റിത്താർ, ഓർഗൺ, വയലിൻ തുടങ്ങിയ ഉപകരണങ്ങൾ വായിക്കുന്നവരും ടീമിലുണ്ടായിരുന്നു. ലാപ്ടോപ്പിൻ്റെ സഹായത്തോടെ LCD സ്ക്രീനിൽ ലഹരിവിരുദ്ധ പ്രോഗ്രാമുകൾ കാണിച്ചിരുന്നു. സർവകലാശാല റിസോഴ്സ് പേഴ്സൺ. 26 വയസ്സ് മുതൽ ലഹരിക്കെതിരെ മാജിക്കുകൾ അവതരിപ്പിക്കുന്ന ജോയ്സ് മുക്കുടം ബഹ്റൈൻ, ഷാർജ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലും മുംബൈ, ബാംഗ്ലൂർ തുടങ്ങിയ നിരവധി നഗരങ്ങളിലും പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളോളം മഹാത്മാഗാന്ധി സർവകലാശാലയുടെ റിസോഴ്സ് പേഴ്സണായിരുന്നു. സീറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പസ്റ്റോലേറ്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വത്തിനൊപ്പം നിരവധി പദവികളും വഹിക്കുന്നുണ്ട്. കോതമംഗലം രൂപത പാസ്റ്റർ കൗൺസിൽ അംഗം, KCBC പ്രോ ലൈഫ് സമിതി അംഗം, കോതമംഗലം രൂപത പ്രസിഡന്റ്, KCBC പ്രോ ലൈഫ് സമിതി സംസ്ഥാന കൾച്ചറൽ ഫോറം കോർഡിനേറ്റർ, മദ്യവിരുദ്ധ സമിതി കോതമംഗലം രൂപത വൈസ് പ്രസിഡന്റ് എന്നീ പദവികളും വഹിക്കുന്നു. നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. തൻ്റെ അനുഭവങ്ങൾ വിസ്മയജാലകങ്ങൾ തുറക്കുമ്പോൾ എന്ന പുസ്തകവുമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സോഫിയ ബുക്സ്. ഭാര്യ ലിസിയും മക്കളായ ലിജോ, ജെയിംസ് കുട്ടി, മകൾ ലിജി എന്നിവരും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. ഇപ്പോൾ താമസിക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. വിശുദ്ധ കുർബാനയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ബോധ്യങ്ങളാണ് മാജിക്കായി അവതരിപ്പിക്കുന്നത്. തൻ്റെ ഗുരു പരിശുദ്ധാത്മാവാണെന്ന് ജോയ്സ് മുക്കുടം പറയുന്നു. മാജിക്കിനെ ഷോയായിട്ടല്ല, ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രവൃത്തിയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. കോട്ടും തൊപ്പിയുമൊക്കെ വയ്ക്കുന്നത് വചനത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള ഒരു മാർഗമാണ്. മാജിക്കുകൾ കൊണ്ട് ആരിലും മാറ്റങ്ങൾ ഉണ്ടാക്കാനാവില്ല. എന്നാൽ അവിടേക്ക് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം കടന്നു വരുമ്പോൾ അത് ഫലം ചൂടുമെന്നതിൻ്റെ തെളിവാണ് ഈ പ്രോഗ്രാമുകൾ സൃഷ്ടിക്കുന്ന പരിവർത്തനങ്ങൾ. അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ 94 95 15 91 12.